जाओ, पुलिस का पावर है ना, तुम मुझे ऐसे मारा, इसलिए मैं मारा. എന്താ ചെയ്യണമെന്ന് പിടിയില്ല. ഇമ്മ ആരും ചെയിൻ പിടിച്ചിരുന്നു യാത്രക്കാരെ, ഇതൊന്നും അറിഞ്ഞില്ല. कौन आदमी बोला तुम लोग? कौन आदमी बोला? कौन आदमी बोला तुम लोग? കുളനത്താനും വടക്കാഞ്ചേരി കിടക്കും. मुझे मारने का बात नहीं बोला है, 1000 रुपया लेने का बात नहीं बोला है. प्रॉब्लम ऐसा हो रहा है, ऐसा नहीं बोला है तुम लोग. तुम दिखता कि नहीं दिखा है? वो ताको दिखने वाला को एक बार धोखा हो गया था, दूसरा आदमी संभल दे रहेगा. समझे? मुझे तेल लेके जाएगा, प्रॉब्लम नहीं है, ले जाएगा. വെണ്ടറാണ്, കച്ചവടം ചെയ്യുന്ന ആളാണ്. ഞാൻ കച്ചവടം ചെയ്ത് S10 നിന്നും വിലവലേക്ക് കിടക്കുമ്പം ടിയും ഒരു യാത്രക്കാരനുമായിട്ട് അവിടെ ഒരു ചെറിയ ഒരു ടിക്കറ്റിൻ്റെ പ്രശ്നം നടക്കണ്ടായിരുന്നു. ആ നടക്കുന്നത് ഞാൻ അവിടെ നിന്ന് അപ്പുറത്തേക്ക് കടന്നു പോയി. അവരത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ടി ഡോറിൻ്റെ അവിടേക്ക് വന്ന് ഇത് കൺട്രോൾമെൻറ്റ് വിളിച്ച് ഫോൺ ചെയ്യാൻ വേണ്ടി ഡോറിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഈ പ്രതി വന്ന് ബാക്കിൽ നിന്ന് അതിശക്തമായിട്ട് പുള്ളി പുറത്തേക്ക് തള്ളി വിടുകയായിരുന്നു. വിട്ടിട്ട് പ്രതി അതുപോലെ പോയി ആ സീറ്റിലിരുന്നു, ഒന്നും അറിയാത്തതുപോലെ. അപ്പോൾ അത് കണ്ട് ബാക്കിയുള്ള 2-3 ഇന്ത്യക്കാരെ വിളിച്ച് പ്രതിനെ പിടിച്ചു. ടിനെ കൊണ്ടുവന്ന് സീറ്റ് പോയി അതിനകത്ത് നിന്ന് 2 പോലീസുകാരെ കൊണ്ടുവന്ന് പ്രതിനെ പിടിച്ച് പാലക്കാട് കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. ഇത് ഫുള്ള് കുടിച്ചിട്ട് മദ്യമാണ്, നല്ല മദ്യമാണ് വരുന്നത്. ആ സമയത്തൊന്നും പുള്ളിനെ അടുത്തോട്ട് പോലും അടുക്കാൻ പറ്റാത്തൊരു ബലത്തിലായിരുന്നു ആൾ പെരുമാറിയത്. ഈ 4 പേര് പോയിട്ട് ഒരു പുള്ളിനെ ഒന്നും നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല, ശരീരത്തെ പിടിക്കാൻ പറ്റാത്ത ഒരു പവറായിരുന്നു അത്. ഗോകുൽ VS കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, നമ്മൾ ഈ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ അത് തൊഴിലാളികൾ എന്ന് വിളിച്ച് അവരെ നമ്മളോട് ചേർത്ത് നിർത്തുന്ന ഒരു പതിവ് നമുക്കുണ്ട്. പക്ഷേ അവരൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മളിതിനെ അടച്ചാക്ഷേപിച്ച് മുഴുവനായി പറയുന്നില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൊക്കെ പ്രതികളാവുന്നവരാണെന്നുള്ള പ്രത്യേകതയുണ്ട്. നോക്കൂ, ഒരു കൂസലമില്ല, ഒരാളെ തള്ളിയിട്ട് കൊന്നിട്ടും ഒരു കൂസലമില്ലാതെ കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങൾ കാണുമ്പോഴാണ് വീണ്ടും നമുക്ക് അത് അവിശ്വസനീയമാവുകയും അത്രമേൽ ഞെട്ടൽ ഉളവാക്കുകയും ഒക്കെ ചെയ്യുന്നത്. എങ്ങനെയായിരുന്നു ഇയാളുടെ ഒരു മനോഭാവത്തെയൊക്കെ പറ്റി എങ്ങനെയാണ് പറയാനാവുന്നത്? ഈ ദൃക്സാക്ഷികളുടെ മൊഴികൾ, ഒപ്പം തന്നെ ഇവർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, ഒപ്പം ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ ഗോകുൽ. അക്ഷയ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഒരു കൂസലുമില്ലാതെയാണ് ആ സംഭവത്തിന് ശേഷവും രജനീകാന്ത് ആ ട്രെയിനിലിരിക്കുന്നത്. താൻ പിടിച്ച് തള്ളി അതിനെന്താണ് എന്നൊക്കെയാണ് അറസ്റ്റ് ചെയ്യാൻ വന്ന ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നത്. അവരോടും തട്ടിക്കയറുന്ന ഒരു സമീപനമുണ്ട്. അക്ഷയ് നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം ശരിയാണ്. ഇത്തരം സംഭവങ്ങളിൽ പലപ്പോഴും അതിഥി തൊഴിലാളികൾ പ്രതികളാകുന്നു, അങ്ങനെ സംഭവങ്ങളുണ്ട്. പക്ഷേ നമ്മളപ്പോൾ ഒരു കാര്യം കൂടി കാണണം. ഈ സംഭവം കണ്ട് ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പിന്നീട് ഈ രജനീകാന്തയെ പിടിച്ചു നിർത്തിയത് ഇതേ ട്രെയിനിൽ തന്നെ സഞ്ചരിച്ച 2 അതിഥി തൊഴിലാളികളാണ്. ഇതിലെ പ്രധാന സാക്ഷികളായ 2 അതിഥി തൊഴിലാളികളാണ്. അവരുടെ പ്രതികരണം നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിനിൽ കൊടുത്തതുമാണ്. അവർ തന്നെയാണ് ധൈര്യം സംഭരിച്ച് ഈ സംഭവം കണ്ടപ്പോൾ അവരെയും മർദ്ദിക്കുമെന്നും കൊല്ലുമെന്നും ഒക്കെ ഭീഷണിപ്പെടുത്തിയിരുന്നു രജനീകാന്ത്. എന്നിട്ടും അതിനൊന്നും ആദ്യമൊന്നും ഭയപ്പെട്ടെങ്കിലും പിന്നീട് അതിന് വഴിവെക്കാതെ രജനീകാന്തയെ പിടിച്ചു നിർത്തിയത് അവരാണ്. അപ്പോൾ നമുക്ക് എല്ലാവരെയും അങ്ങനെ അതിഥി തൊഴിലാളികൾ അങ്ങനെ പ്രശ്നമാണെന്ന് പറയാൻ കഴിയില്ല. ഒരുപാട് നല്ല മനുഷ്യരുമുണ്ട്. പക്ഷേ എന്നാൽ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ വലിയ രീതിയിൽ തന്നെ ഈ പല അതിഥി തൊഴിലാളികൾക്കും, ഇവിടെ എത്തുന്ന എല്ലാ അതിഥി തൊഴിലാളികൾക്കും അതൊരു ചീത്തപ്പേരാകുന്നു എന്നുള്ളതാണ്. ഈ ട്രെയിനിൽ വളരെ മദ്യപിച്ച് ലക്ക് കെട്ട നിലയിലായിരുന്നു രജനീകാന്ത് ട്രെയിനിൽ കയറിയത്. അതിനുശേഷം ടിക്കറ്റ് ചോദിക്കുക എന്നുള്ളത് ഒരു ടിയുടെ പ്രാഥമിക ജോലിയാണ്. അത് ചെയ്തപ്പോൾ അമ്മയ്ക്കും അച്ഛനുമൊക്കെ തെറി വിളിക്കുക, വീട്ടിലുള്ളവർക്ക് തെറി വിളിക്കുക, അങ്ങനെയാണ് ഉണ്ടായതെന്നാണ് പറയുന്നത്. രജനീകാന്ത് അതിൽ പറയുന്നുണ്ട് തന്നെ പിടിച്ച് തള്ളി, അതുകൊണ്ട് താൻ തിരിച്ചു തള്ളി എന്നൊക്കെ ആ ഇടയ്ക്കുള്ള ആ ദൃശ്യങ്ങളിലുള്ള പല കാര്യങ്ങളിലും അയാളുടെ ശബ്ദം കേൾക്കാം. പക്ഷേ ഈ സാക്ഷികൾ പറയുന്നൊരു സംഭവം അനുസരിച്ച്, അവർ പറയുന്ന അനുസരിച്ച് അങ്ങനെ ഒരു സംഭവം, അതായത് രജനീകാന്തിയെ പിടിച്ച് തള്ളുന്ന ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. വിനോദ് ടിക്കറ്റ് ചോദിച്ചതും വിനോദിൻ്റെ അച്ഛനും അമ്മയ്ക്കും പെങ്ങൾക്കുമൊക്കെ തെറി വിളിക്കുന്ന രീതിയിൽ ഹിന്ദിയിൽ തെറി വിളിച്ചു. അപ്പോൾ വിനോദിന് ഇത് കേട്ടപ്പോൾ മനസ്സിലായി, അദ്ദേഹത്തിന് വിഷമമായി. അദ്ദേഹം കയർത്ത് തന്നെ സംസാരിച്ചു. സ്വാഭാവികമായും ഒരാൾ തെറി വിളിക്കുമ്പോൾ, നമ്മളെയൊക്കെ തെറി വിളിക്കുമ്പോൾ എത്ര നേരം കേട്ട് നിൽക്കാൻ കഴിയുമെന്നുള്ളതൊക്കെ ഒരു
ചോദ്യമാണ്. അങ്ങനെ തിരിച്ച് കയർത്ത് സംസാരിച്ചു. അത് കയ്യിൽ നിൽക്കുന്നില്ല. മദ്യപിച്ച് വലിയ ലെക്ക് കെട്ട ഒരു നിലയിലായിരുന്നു രജനീകാന്ത്. അതുകൊണ്ട് തന്നെ പാലക്കാട്ടുള്ള റെയിൽവേ ഉദ്യോഗസ്ഥരെയായിരുന്നു വിനോദ് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നത്. അങ്ങനെ ബന്ധപ്പെട്ടുന്നതിനിടെ ഇത് തനിക്ക് എതിരെ ഒരു പരാതി നൽകുകയാണെന്ന് മനസ്സിലാക്കിയാണ് രജനീകാന്ത് കൈകൊണ്ട് തള്ളി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ക്രൂരമായ ഒരു കൊലപാതകം എന്ന് തന്നെ പറയേണ്ടി വരും. അതിനുശേഷവും ആ ട്രെയിനിൽ തന്നെ അതേ സ്ലീപ്പർ കോച്ചിൽ നടന്നിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ കൊന്നിട്ടും ഒരു കൂസലുണ്ടാകുന്നില്ല പ്രതിക്ക് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ഏറ്റവും ആശ്ചര്യപ്പെടുത്തുകയും അത്ഭുതപ്പെടുത്തുകയും ഒക്കെ വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം. അതാണ് MS ലിഷോയ് കൂടിയുണ്ട്. ലിഷോയ്, ഈ FIRൽ കൃത്യമായിട്ട് കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് തള്ളിയിട്ടതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു കൃത്യത്തെ പറ്റി FIRൽ പറയുന്ന കാര്യങ്ങളുടെ ഒരു പൂർണ്ണരൂപം എങ്ങനെയാണ് ലിഷോയ്? അതായത് കൊലപാതകം എന്നുള്ള രീതിക്ക് കൃത്യമായ തെളിവുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് FIRൽ പറയുന്നത്. അതായത് ഈ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി പുറകിൽ നിന്ന് 2 കൈകൾ കൊണ്ടും ഈ വിനോദിനെ ഈ രജനീകാന്ത് തള്ളി. അങ്ങനെയാണ് ട്രെയിനിൽ നിന്ന് രജനീകാന്ത് വീഴുന്നതെന്നാണ് FIRൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊലപാതകത്തിന്റെ കൃത്യമായ വകുപ്പുകളാണ് നിലവിലിട്ടിരിക്കുന്നത്. 302 വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഈ FIRൽ ഈ പ്രതിക്കെതിരെ ഇട്ടിരിക്കുന്നത്. ഈ തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ കയറിയതിന് ശേഷമുള്ള സംഭവങ്ങളാണ് പ്രധാനമായും ഈ FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് തൃശ്ശൂരിൽ നിന്ന് ഈ രജനീകാന്ത് ട്രെയിനിലേക്ക് കയറിയ ശേഷം ആ S11 കോച്ചിൽ തന്നെയാണ് വിനോദ് ഉണ്ടായിരുന്നത്. അധികം ദൂരെയല്ലാതെ, അതായത് തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 12 മിനിറ്റ് സമയത്തിലാണ് ഈ മുളങ്കുന്നത്ത് കാവിലേക്ക് ഈ ട്രെയിൻ എത്തുന്നത്. ആ സമയം കൊണ്ട് തന്നെ ഇവർ തമ്മിൽ വാഗ്വാദം ഉണ്ടാവുകയും പിന്നീട് ഉണ്ടായ ഒരു ദേഷ്യത്തിലാണ് ഈ വിനോദിനെ പുറകിൽ നിന്ന് തള്ളി താഴെയിട്ടതെന്നാണ് FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കൃത്യമായി കൊലപാതകം എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. അതിന്റെ തെളിവുകളും അത് സംബന്ധിച്ച മൊഴികളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇത് കണ്ട ദൃക്സാക്ഷികളുടെ മൊഴികളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഈ ദൃക്സാക്ഷികളെ പാലക്കാട് സ്വദേശിയായ ഒരു ട്രെയിനിൽ ചാർജറും ഹെഡ്സെറ്റും എല്ലാം വിൽക്കുന്ന ഒരു മലയാളി, അദ്ദേഹമാണ് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെയും ഉണ്ട്. അതുകൊണ്ട് തന്നെ തീർത്തും കൊലപാതകം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കൃത്യം ചെയ്തതെന്നുള്ളതാണ് FIRൽ രേഖപ്പെടുത്തുന്നുള്ള റിപ്പോർട്ടാണ്, വിവരങ്ങളാണ് നമുക്ക് ലിഷോയ് നൽകുന്നത്.